ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. പുതുതലമുറ പരിസ്ഥിതി ബോധമുള്ളവരായി വളരണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വിദ്യാർത്ഥി ഹരിതസേന ഇക്കോ സെൻസ് സംസ്ഥാനതല സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിദ്യാർത്ഥികൾക്ക് 1500 രൂപയുടെ ചെക്കും പ്രശസ്തി പത്രവും കൈമാറി. വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയമായ പാഴ്വസ്തു പരിപാലനശീലം വളർത്തുക, ഹരിത നൈപുണികൾ വികസിപ്പിക്കുക, മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്നിവയാണ് ഇക്കോസെൻസ് സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ 1,00,000 വിദ്യാർത്ഥികൾക്ക് 1500 രൂപ വീതം ശുചിത്വ സ്കോളർഷിപ്പ് നൽകും. വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. സുഹൃത്തുക്കളെ, തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് പദ്ധതിയുടെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം നിർവഹിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സൗഹൃദ നൈപുണ്യ വികസനം എന്നിവയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഈ വർഷം 45,830 വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നു. ഈ സംരംഭത്തിൻ്റെ വലിയ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. മന്ത്രി എം പി രാജേഷ് അധ്യക്ഷനായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി TV അനുപമ, പാലക്കാട് ജില്ലാ ജോയിന്റ് ഡയറക്ടർ K ഗോപിനാഥൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഡോക്ടർ TV നിഷ, ജയന്തി വിജയകുമാർ, K ശശിരേഖ, നസീമ നാസർ, റംല വീരാൻകുട്ടി, KP ബിലീഷ്, സംസ്ഥാന ശുചിത്വ മിഷൻ ഡയറക്ടർ S ജഹാംഗീർ, ഒറ്റപ്പാലം DO സിജു തോമസ്, തൃത്താല EO K പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.